ഏട്ടനും ചേച്ചിനും താലുകെട്ട് വരുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ കല്യാണത്തിന്റെ അന്നത്തെ എന്റെ ഔട്ട്ലുക്ക് ആട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുണ്ടെടുക്കാറിയാത്ത ഞാൻ എങ്ങനെയൊക്കെ ഒരു മുണ്ടൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും കൊഴിഞ്ഞാടാ ആ ഒരു അവസ്ഥയാണ് കേട്ടോ. എനിക്ക് തീരെ അറിയാത്തൊരു പരിപാടിയാണ് ഈ മുണ്ടെടുക്കല്. അങ്ങനെ താലികെട്ട് കഴിഞ്ഞ് പിന്നെ പരിപാടി വന്നിട്ട് നമ്മളെ KC ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ. ചെക്കനും പെണ്ണും അങ്ങോട്ട് എത്തി. എന്തല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് കെട്ടാൻ തോന്നുക. ചെക്കനും പെണ്ണിന്റെ ഡ്രീം എൻട്രി. ഒരു 5-6 കൊല്ലം കഴിഞ്ഞാല് മാക്സിമം എനിക്കും ഇങ്ങനെ നടക്കാനുള്ളതാണ് എന്നാശ്വസിക്കാം. പിന്നെ മാലടലായി, ഫോട്ടോ എടുക്കലായി. എന്താ ചെയ്യാ, ചെക്കനും പെണ്ണും ഫുൾ ബിസി. ഇന്ന് കല്യാണപ്പരയില് ഫുള്ള് എന്റെ കുഞ്ഞി പാറി നടക്കുന്നു കേട്ടോ. ആൾക്കൊരു പ്രശ്നമില്ലേ, ഓളൊരു കൈ ഒരു കൈ അങ്ങനെ 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 പോവുകയാണ്. ആള് ഫുള്ള് വിളിച്ചോണ്ടിരിക്കുക. ഇത് പിന്നെ മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഞങ്ങളെ അമ്മായി. ഇതാണ് എന്റെ കുഞ്ഞിന്റെ പ്രൊഡ്യൂസർ, അതായത് എന്റെ രണ്ടാമത്തെ ചേച്ചി. ഇത് പിന്നെ ഇന്ത്യയും അതേപോലെ ഫ്രെയിം നിറഞ്ഞിക്കണ എന്റെ പെങ്ങന്മാരെയും പ്രഹസനം. അതെ ഗൈസ്, ഒരു ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആട്ടെ കാണുന്നത് മുഴുവൻ. പടച്ചു നീക്കുണ്ടായ റോമാൻസിഫിക്കേഷൻ കണ്ടോ? അളിയന് ചേച്ചി പറഞ്ഞു കൊടുക്കണേ ഓൻ ബ്ലോഗറാണെന്നൊക്കെ. ഇതെന്തത് വുമൻസ് കോളേജ് കുട്ടിയും പറിച്ച് വന്നത് ദേവിയെ. ഇതൊക്കെ കാണുമ്പോഴാണ് ഒന്ന് കെട്ടാൻ തോന്നുന്നത്. എന്തല്ലേ വല്ലാത്ത ജാതി തന്നെ. ഒന്ന് കിട്ടിയാലോ? ആയിട്ടില്ല. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ ചെക്കനും പെണ്ണിന്റെ ഇപ്പം ഫാമിലി ഫോട്ടോ എടുത്തിട്ടോ. നമ്മളും ഹാപ്പി, ചെക്കനും പെണ്ണും ഡബിൾ ഹാപ്പി. ഏട്ടനോടും ചേച്ചിയോടും ഒന്ന് റൊമാൻസ് ആവാൻ പറഞ്ഞതാ. ഓർക്കടില്ല അതായത് വല്ലാത്ത ജാതി. ഓരോ കല്യാണം കഴിച്ചത് ഇന്നാണ് തോന്നും. ഓരോ പ്രൊഡക്റ്റ് ആട്ടോ അപ്പുറത്തിരുന്ന് ഫോൺ തോണ്ടിടുന്നത്. ടീമിലെ കോട്ടക്കലായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരുന്നത്. ഫുള്ളി എന്താ പറയാ, പെർഫെക്റ്റ് ആയിട്ടാണ് അവർ സദ്യ വിളമ്പിയത്. ഈ സദ്യ വിളമ്പുമ്പോൾ എരേന്റെ ഒരറ്റത്ത് വന്ന് ഒരറ്റത്ത് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. അതൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വിളമ്പിയതാണ് എന്റെ അമ്മമ്മയൊക്കെ പറഞ്ഞത്. ഫുഡും കൊള്ളാം, അടിപൊളി 10 on 10. ഓക്കെ ബൈ. ഇനി ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെ ചോറ് നിന്ന് സ്പൈസും കുടിച്ച് എലി മടക്കി ഞങ്ങൾ നീച്ചിട്ടോ. ഓരോ കോൺടാക്ട് നമ്പർ നമ്മുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങാനായപ്പോഴേക്കും ചെക്കനും പെണ്ണിനും ഇറങ്ങാനായിട്ടോ. ഏട്ടനൊക്കെ അത് ലൈക്ക് അടിച്ച് പോകുന്നുണ്ട്. ഏട്ടൻ ഫുള്ള് വൈബട്ടോ. യോയോ. പിന്നീട് അങ്ങോട്ട് വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഈ ചെക്കനും പെണ്ണും ഇറങ്ങുമ്പോൾ കരയില്ലേ, ആ പരിപാടി. എല്ലാവരും കരയട്ടോ. ഞാൻ പിന്നെ കരഞ്ഞില്ല, കുറച്ചെണ്ണം മാറുന്ന് കരഞ്ഞു, അത്രേ ഉള്ളൂ. ഒരാൾ കരയുന്നുണ്ട്, അപ്പൊ കണ്ണിന്ന് വെള്ളം വരും. അങ്ങനെ ഒരു മാനസിക പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ ഇനി ഞാൻ പോയി കരയട്ടോ. അപ്പൊ ഇനി ബാക്കി നാളെ ഗുഡ് ബൈ.